ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങളാണ്. 1. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന രീതി. 2. വിൻഡോസിന്റെ ഡയറക്ടറി സ്ട്രക്ചർ. 3. നാവിഗേഷൻ ആൻഡ് ഫയൽ ആക്സസ് ഇൻ വിൻഡോസ്. ഈ 3 കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയാൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഈസിയായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിലെ 3 പ്രധാന ഘടകങ്ങളാണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, യൂസർ എന്ന് നമുക്കറിയാം. ഹാർഡ്വെയർ എന്നാൽ കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ പാർട്സുകളും, സോഫ്റ്റ്വെയർ എന്നാൽ ഹാർഡ്വെയർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പ്രോഗ്രാമുകളും, യൂസർ എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയുമാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന ശൈലി എപ്രകാരമാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. യൂസർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നിവ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ടാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. യൂസറിനെയും ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ടാണ് വിൻഡോസ് പ്രവർത്തിക്കുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അടിസ്ഥാനമാക്കിയാണ് വിൻഡോസ് പ്രവർത്തിക്കുന്നത്. ഐക്കണുകൾ, വിൻഡോകൾ, മെനുകൾ തുടങ്ങിയ വിഷ്വൽ എലമെന്റ്സിന്റെ സഹായത്താലാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് മെത്തേഡിൽ വിൻഡോസ് പ്രവർത്തിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ടോപ്പിക്കായ വിൻഡോസ് ഡയറക്ടറി സ്ട്രക്ചർ ആണ്. ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് അതിന്റെ ഡയറക്ടറി സ്ട്രക്ചറിനെ കുറിച്ച്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്യാരക്ടർ യൂസർ ഇന്റർഫേസിലുള്ള ഡോസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഡയറക്ടറി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലേക്ക് മാറുമ്പോൾ ഈ ഡയറക്ടറികളെ ഫോൾഡറുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡയറക്ടറി സ്ട്രക്ചർ ഒരു ഹയറാർക്കി സ്ട്രക്ചർ ആണ്. ഇതിൽ ഏറ്റവും മുകളിൽ ഡ്രൈവും അതിന് താഴെ ഫോൾഡറുകളും സബ് ഫോൾഡറുകളും ഫോൾഡറുകൾക്കുള്ളിൽ ഫയലുകളും വരുന്ന രീതിയിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്. ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റേതായ സിസ്റ്റം ഫയലുകളും ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഫയലുകളും സൂക്ഷിക്കുന്ന പ്രാഥമിക ഹാർഡ് ഡിസ്ക് പാർട്ടീഷനാണ് സി ഡ്രൈവ്. ഇത് പ്രധാന സ്റ്റോറേജ് ലൊക്കേഷനായി കണക്കാക്കപ്പെടുന്നു. സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് നിർണായകമാണ് സി ഡ്രൈവ്. കൂടാതെ കൂടുതൽ പാർട്ടീഷനുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നിലധികം സ്റ്റോറേജ് ഏരിയകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഹാർഡ് ഡ്രൈവുകൾ പാർട്ടീഷൻ ചെയ്യുന്നത്. സി ഡ്രൈവ് കൂടാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പാർട്ടീഷനും സാധാരണയായി DEF എന്നിങ്ങനെയുള്ള ഒരു ഡ്രൈവ് ലെറ്റർ ആണ് ഉണ്ടാവുക. യൂസർ ഡാറ്റ സ്റ്റോർ ചെയ്യുക, സിസ്റ്റം ബാക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ഈ പാർട്ടീഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഫയലുകളും ഫോൾഡറുകളും ക്രമീകരിക്കുന്നതിൽ വിൻഡോസിലെ ഡയറക്ടറി സ്ട്രക്ചർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാര്യക്ഷമമായ ഫയൽ മാനേജ്മെന്റിനും വേഗത്തിലുള്ള നാവിഗേഷനും വിൻഡോസ് ഡയറക്ടറി സ്ട്രക്ചർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വിൻഡോസ്